ഹലോ മുത്തുമണികളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നിതാ 3 തക്കാളി വെച്ച് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനത് അവിടെ ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതാ കുറച്ച് കടുകും കൂടെ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതേ കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഞാനെന്താ ഇതിലേക്ക് 1 ടീസ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇൻഡക്ഷനാണ്, പെട്ടെന്ന് തീ കൂടുമല്ലോ. അപ്പോൾ അതിന് ശേഷം ഓഫ് ചെയ്തതിന് ശേഷം ഞാനത് അതിലേക്ക് മസാലപ്പൊടിയായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകിൽ തീ കുറച്ച് വെക്കുക അല്ലെങ്കിൽ തീ ഓഫ് ചെയ്യുക, എന്നിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. മസാല അല്ലാതെ ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ മസാലപ്പൊടികളൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതേപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, തീ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഓണാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ തീയൊക്കെ ഓണാക്കി കഴിഞ്ഞാൽ ഇതാക്കുന്ന നമ്മൾ ചേർത്ത ഒരു എണ്ണ ഉണ്ടല്ലോ, ഇതേപോലെ തെളിഞ്ഞു വരും കേട്ടോ. ഇതാ നമ്മൾ എടുത്ത് വെച്ച തക്കാളി ഉണ്ടല്ലോ, ഞാൻ കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ കുഞ്ഞായിട്ട് തന്നെ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോഴാണ് ഈ ഒരു റെസിപ്പി പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇതേപോലെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതായത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനിതാ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ഇതുവരെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു തുള്ളി പോലും വെള്ളം നമ്മൾ ഒഴിച്ചെടുക്കേണ്ടതില്ല കേട്ടോ. തക്കാളിയിൽ തന്നെ വെള്ളം ഉണ്ടാവും. പിന്നെ നമ്മൾ ചേർത്ത ഒരു എണ്ണ അതേപോലെ തെളിഞ്ഞ് വരുന്ന ആ ഒരു സമയം വരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, നമ്മൾ ചേർത്ത ഒരു എണ്ണൊക്കെ എന്തായിട്ടുണ്ട്, തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതേപോലെ തക്കാളിയൊക്കെ നല്ല പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നന്നായിട്ട് തന്നെ വെന്തുടഞ്ഞ് വരണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, തക്കാളി കുഞ്ഞായിട്ട് കട്ട് ചെയ്യണം. ഈ ഒരു സമയം നമുക്ക് എന്ത് ചെയ്യും, ഇതിലേക്ക് 1 ടീസ്പൂണ് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു ചിക്കൻ മസാല ആണ് ഇതിൻ്റെ പ്രത്യേക ടേസ്റ്റ് വരുത്തുന്നത് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ബട്ട് തക്കാളിക്കറിയാണെന്ന് ഇത് നമ്മൾ കൂട്ടുമ്പോൾ മനസ്സിലാവില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ, പത്തിരിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ശരിക്കും നമ്മൾ ഈ അരിപ്പത്തിരില്ല അതിൻ്റെ കൂടെ, അതേപോലെ പുട്ടുണ്ടല്ലോ, പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ തക്കാളിക്കറിയാന്ന് വിചാരിച്ച ആരും എന്താ പറയുക തള്ളിക്കളയണ്ട. നല്ലൊരു അടിപൊളി ഒരു റെസിപ്പി തന്നെയാണ്. എല്ലാവരും ഒരു പ്രാവശ്യം തന്നെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും വീണ്ടും ഉണ്ടാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിച്ചപ്പും കൂടെ ചേർക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് വരിക കേട്ടോ. പിന്നെ മല്ലിച്ചപ്പിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കി കറിവേപ്പില മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതൊന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതാക്കുന്ന നമ്മൾ ചേർത്ത ചിക്കൻ മസാലൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.